ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. എന്നും നമ്മൾ സിനിമാ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ പങ്കുവയ്ക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തു വന്ന് വലിയ ജനപ്രിയത നേടിയ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആണ് കേരള ക്രൈം ഫയൽസ്. ലാൽ ജോസ്, അജു വർഗീസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന കേരള ക്രൈം ഫയൽസ് സീരീസിന്റെ സെക്കൻഡ് സീസൺ റിലീസിനൊരുങ്ങുന്നു. സെക്കൻഡ് സീസണിന്റെ ഒരു ട്രെയിലറും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വരുന്ന ജൂൺ 23 തീയതി കേരള ക്രൈം ഫയൽസ് സീസൺ 2 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. തെലുങ്ക് സൂപ്പർ താരം വിഷ്ണു മഞ്ച് നായകനായി വരാനിരിക്കുന്ന ഒരു എപ്പിക് ഫാന്റസി പാൻ ഇന്ത്യൻ സിനിമയാണ് കണ്ണപ്പ. മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ താരങ്ങളായിട്ട് എത്തുന്നുണ്ട്. ഇപ്പോൾ ചിത്രത്തിന്റെ റണ്ണിംഗ് ടൈം പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 3 മണിക്കൂറും 20 മിനിറ്റുമാണ് കണ്ണപ്പയുടെ ടോട്ടൽ റണ്ണിംഗ് ടൈം. ഇതിൽ ചിത്രത്തിന്റെ രണ്ടാം പകുതിയിൽ 10 മിനിറ്റ് മാത്രം സ്ക്രീൻ ടൈമിലാവും ലാലേട്ടന്റെ ക്യാരക്ടർ കണ്ണപ്പയിൽ എത്തുക. എന്നാൽ പ്രഭാസിന് 30 മിനിറ്റും അക്ഷയ് കുമാറിന് 12 മിനിറ്റും വീതം കണ്ണപ്പയിൽ സ്ക്രീൻ ടൈം ഉണ്ടാവും. ഈ വരുന്ന ജൂൺ 27 തീയതി പാൻ ഇന്ത്യൻ റിലീസായി കണ്ണപ്പ തിയേറ്ററുകളിലേക്ക് എത്തും. ലവ് ആക്ഷൻ ഡ്രാമ എന്ന സിനിമയ്ക്ക് ശേഷം ധ്യാൻ ശ്രീനിവാസൻ വീണ്ടും ഒരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. ജനപ്രിയ നായകൻ ദിലീപാണ് ഈ ചിത്രത്തിൽ നായകനായിട്ട് എത്തുക. രാകേഷ് മങ്ങോട്ടിയാണ് ഈ ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നതും. ഒരു സർവൈവൽ ത്രില്ലർ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ഈ ദിലീപ് ധ്യാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കാം. ഋഷഭ് ഷെട്ടി നായകനായും സംവിധായകനായും വരാനിരിക്കുന്ന കാന്താര ചാപ്റ്റർ 1 എന്ന സിനിമ ഈ വരുന്ന ഒക്ടോബർ 2 തീയതി റിലീസിനെത്തുമെന്ന് കഴിഞ്ഞ ദിവസം മൂവി ടീം തന്നെ കൺഫേം ചെയ്തിരുന്നു. പാൻ ഇന്ത്യൻ റിലീസായി വരാനിരിക്കുന്ന കാന്താര ചാപ്റ്റർ 1-നൊപ്പം ക്ലാഷ് റിലീസുമായി ഒരു തമിഴ് ചിത്രം കൂടി അതേ ദിവസം എത്തുന്നുണ്ട്. സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്യുന്ന സൂര്യ 45 എന്ന ചിത്രം വരുന്ന ഒക്ടോബർ 2 തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. സൂര്യക്കൊപ്പം തൃഷ, RJ ബാലാജി, ഉർവശി, സ്വാസിക തുടങ്ങിയവരാണ് സൂര്യ 45-ലെ മറ്റു താരങ്ങൾ. ലാലേട്ടൻ നായകനായി ഇനി തിയേറ്റർ റിലീസ് ചെയ്യാനിരിക്കുന്ന റീ റിലീസ് ചിത്രമായ ചോട്ട മുംബൈ ഈ വരുന്ന ജൂൺ 6 തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുകയാണല്ലോ. ചിത്രത്തിന്റെ ആദ്യ ഷോയുടെ സമയം പലരും കമന്റ് മുഖേന ചോദിച്ചിരുന്നു. ഈ വരുന്ന ജൂൺ 6 തീയതി രാവിലെ 10 മണി മുതലാവും ചോട്ട മുംബൈയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കുക. ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട എന്ന ചിത്രത്തിന്റെ 6 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാം. 6 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 8,30,00,000 രൂപയോളം സ്വന്തമാക്കിയ നരിവേട്ടയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 16,50,00,000 രൂപയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്തു വരുന്ന ഐ ആം ഗെയിം എന്ന ചിത്രത്തിന്റെ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു വന്നിരുന്ന ആദ്യഘട്ട ചിത്രീകരണം മഴ കാരണം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ചിത്രീകരണം പൂർത്തീകരിച്ച ശേഷം കൊച്ചി, ഹൈദരാബാദ് എന്നിവിടങ്ങളിലും ഐ ആം ഗെയിമിന്റെ ചിത്രീകരണം ഉണ്ടാവും. ഓഗസ്റ്റ് മാസം നടക്കാനിരിക്കുന്ന ഹൈദരാബാദ് ഷെഡ്യൂളിലാവും ദുൽഖർ ഐ ആം ഗെയിമിൽ ജോയിൻ ചെയ്യുക. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, മിഷ്കിൻ, കദിർ എന്നിവരും ഐ ആം ഗെയിമിൽ താരങ്ങളായിട്ടെത്തും. ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ടെത്തിയ ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന ചിത്രത്തിന്റെ 6 ദിവസത്തെ കളക്ഷൻ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ 6 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 2,50,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 4,60,00,000 രൂപയും ഡിറ്റക്റ്റീവ് ഉജ്ജലൻ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. സൂരി, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ മാമൻ. ചിത്രം റിലീസിനെത്തി 11 ദിവസങ്ങൾ കൊണ്ട് 32 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. വിജയ് ആന്റണി നായകനായിട്ടെത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് മാർഗൻ. ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെ പുറത്തു വന്നിരുന്നു. മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടും വിജയ് സേതുപതിയുടെ പെർഫോമൻസ് കൊണ്ടും ട്രെയിലർ മികച്ചു നിൽക്കുന്നു. ഈ വരുന്ന ജൂൺ 27 തീയതി മാർഗൻ തിയേറ്ററുകളിലേക്ക് എത്തും. സുരേഷ് ഗോപിയെ നായകനാക്കി മാത്യു തോമസ് സംവിധാനം ചെയ്തു വരുന്ന ഒറ്റക്കൊമ്പൻ എന്ന ആക്ഷൻ മാസ് എന്റർടൈനർ സിനിമയിൽ ഇപ്പോൾ അതിഥി രവി വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് മൂവി ടീം തന്നെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. നിലവിൽ ചിത്രീകരണം നടന്നു വരുന്ന ഒറ്റക്കൊമ്പന്റെ ഷൂട്ടിംഗ് വർക്കുകൾ പാലായിലും പരിസര പ്രദേശങ്ങളിലുമായി നടന്നു വരുന്നു. രൺബീർ കപൂർ, മാധവൻ, സഞ്ജയ് ദത്ത് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഉറി എന്ന സിനിമയ്ക്ക് ശേഷം ആദിത്യദാർ സംവിധാനം ചെയ്തു വരുന്ന ദുരന്തർ എന്ന ചിത്രം ഈ വർഷം ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് മൂവി ടീം കൺഫേം ചെയ്തിട്ടുണ്ട്. ദളപതി വിജയിയെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ജനനായകൻ. വിജയ്ക്കൊപ്പം പൂജ ഹെഗ്ഡെ, പ്രിയാമണി, നരേൻ, രേവതി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ജനനായകന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ 55 കോടി രൂപയ്ക്ക് സൺ TV സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. 2026 ജനുവരി 9 തീയതി പൊങ്കൽ സ്പെഷ്യലായി ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തും. ജനപ്രിയ നായകൻ ദിലീപ് നായകനായിട്ടെത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം റിലീസിലെത്തി 3 ആഴ്ചകൾ പിന്നിടുമ്പോൾ കേരളത്തിൽ നിന്ന് മാത്രം 15,50,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 22,20,00,000 രൂപയും പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്യാനിരിക്കുന്ന സ്പിരിറ്റ് എന്ന ചിത്രത്തിൽ മലയാളി താരം മഡോണ സെബാസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ കാസ്റ്റിംഗ് വർക്കുകൾ നടന്നു വരുന്ന സ്പിരിറ്റിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ ഉടൻ തന്നെ ആരംഭിക്കും. ഹൃതിക് റോഷൻ, ജൂനിയർ NTR എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി ഈ വരുന്ന ഓഗസ്റ്റ് 14 തീയതി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയാണല്ലോ വാർ 2. വാർ 2-ന് ശേഷം ഹൃതിക് റോഷൻ നായകനായിട്ടെത്തുന്ന അടുത്ത 2 സിനിമകളുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്ന് ക്രിഷ് 4. നിലവിൽ തിരക്കഥാ വർക്കുകൾ നടന്നു വരുന്ന ക്രിഷ് 4-ന്റെ പ്രഖ്യാപനം 2026 ജനുവരി 1 തീയതി ന്യൂ ഇയർ ദിനത്തിൽ പുറത്തു വരുമെന്ന് ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നിക്കൽ ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്ന സിനിമയായി ക്രിഷ് 4 എത്തുകയെന്നാണ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്ന കാര്യം. എന്നാൽ ക്രിഷ് 4-ന് മുമ്പ് ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ ഹൃതിക് റോഷൻ, പ്രഭാസി എന്നിവർ നായകനായിട്ടെത്തുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയുടെ വർക്കുകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി, അനുപമ പരമേശ്വരൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ഒരു കോർട്ട് റൂം ത്രില്ലർ മൂവിയാണ് JSK. ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഒരു മോഷൻ പോസ്റ്ററും JSKയുടെ റിലീസ് തീയതിയും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വോയിസ് നരേഷനിൽ കിടിലൻ ഒരു മോഷൻ
പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വരുന്ന ജൂൺ 20-ാം തീയതി JSK തിയേറ്ററുകളിലേക്ക് എത്തും. കാർത്തികേയ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാനിരിക്കുന്ന ഖൈദി 2 സിനിമയുടെ ചിത്രീകരണം ഈ വരുന്ന ഡിസംബർ മാസം മുതൽ മധുര സെൻട്രൽ ജയിലിൽ വെച്ച് ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ലോകേഷിന്റെ തന്നെ കൂലി സിനിമയുടെ റിലീസിന് ശേഷം ഖൈദി 2-ന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവരും.